കിഡ്നി ഡിസീസ് ഉള്ളവരിൽ വെള്ളം കൂടുതൽ കുടിക്കണോ വെള്ളം കുറവാണോ കുടിക്കാനുള്ളത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കിഡ്നി ഡിസീസ് ഉള്ളവരിലും ഈ റൂൾ ഒരുപോലെ ആയിരിക്കില്ല. ചില അസുഖങ്ങൾക്ക് വെള്ളം കൂടുതലും ചില അസുഖങ്ങൾക്ക് വെള്ളം കുറവും മതിയാവും. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകളിൽ. കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്ന ആളുകളിൽ സാധാരണയായി യൂറിൻ ഡൈല്യൂട്ടായി പുതിയ സ്റ്റോൺസ് രൂപപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ദിവസേന 2 to 2.5 ലിറ്റർ വെള്ളം വരെ ആവശ്യമായി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകളിൽ വെള്ളം ധാരാളമായി കുടിക്കാം എന്നുള്ളൊരു റൂളാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. 2, കിഡ്നി ഫംഗ്ഷൻ കുറവുള്ള ആളുകളിൽ, അതായത് CKD പോലുള്ള ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആളുകളിൽ കിഡ്നി ഫംഗ്ഷൻ വളരെ കുറവായതിനാൽ വെള്ളം പുറത്തേക്ക് പോകുന്നതും കുറവായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളിൽ ധാരാളമായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഓവർലോഡ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പേഷ്യൻസിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ മാത്രം വെള്ളം കുടിക്കുന്നതായിരിക്കും ഉത്തമം. 3, ഡയാലിസിസ് പേഷ്യൻസിലും ഫ്ലൂയിഡ് ഇൻടേക്ക് വളരെ കൺട്രോൾഡ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ബോഡിയിൽ റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള ഹെൽത്ത് ടോക്സിനായി ഈ പേജ് ഫോളോ ചെയ്യൂ.